ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 21-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ PSC എക്സാമിന് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ്. നിങ്ങൾ ഏത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ആശാൻ ക്ലാസ്സസിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു ഫുള്ളി വീഡിയോ റെക്കോർഡ് ക്ലാസ് ആണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അവയുടെ സ്റ്റഡി മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റും അതേപോലെ ടോപ്പിക് വൈസ് എക്സാംസും ഇതിലൂടെ ഇൻക്ലൂഡഡ് ആണ്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭ്യമാകുന്നത്. എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുക. ഉടൻ തന്നെ വരാൻ പോകുന്ന കേരള PSCയുടെ BFO എക്സൈസ് ഇൻസ്പെക്ടർ ഫയർമാൻ ഫയർവുമൻ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കുന്ന വിധത്തിലാണ് ടാലന്റ് അക്കാദമി ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ബുക്കുകൾ സ്വന്തമാക്കൂ. അടുത്ത് തന്നെ വരാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, CPO, WCPO, 10th, +2 ഡിഗ്രി ലെവൽ ബാച്ചുകൾ, അതേപോലെ ഫയർമാൻ ഫയർവുമൻ BFO, കമ്പനി ബോർഡ് LD ടൈപ്പിസ്റ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഇതാണ്, സൂതികാ മിത്രം. എന്താണ് സൂതികാ മിത്രം എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക. ഗർഭിണികൾക്കും അതേപോലെ പ്രസവാനന്തര അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന പദ്ധതിയാണ്. പദ്ധതി ഇതാണ്, എന്താണ് സൂതികാ മിത്രം. സൂതികാ മിത്രം എന്നുള്ള പദ്ധതിയാണ്. പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ഗർഭിണികൾക്കും അതേപോലെ പ്രസവാനന്തരം അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണമൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ വനിതാ സഹകരണ സംഘങ്ങളുടെ കീഴിലായിരിക്കും അല്ലെങ്കിൽ അവരെ മുൻനിർത്തിയാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. പദ്ധതിയുടെ പേരെന്താണ്, സൂതികാ മിത്രം എന്നുള്ള പദ്ധതിയാണ്. അടുത്തത് ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക് ക്യോന്നി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ സാഹിത്യകാരൻ ആരാണെന്ന് ഓർത്ത് വെക്കുക. അമിതാഭ് ഘോഷാണ്. ആരാണ്? അമിതാഭ് ഘോഷിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. എന്ത് പുരസ്കാരമാണെന്ന് ഓർത്ത് വെക്കുക. പാക് ക്യോന്നി എന്നുള്ള പുരസ്കാരമാണ്. പാക് ക്യോന്നി എന്നുള്ള പുരസ്കാരമാണ്. അപ്പോൾ ഈ പുരസ്കാരം ഏത് രാജ്യത്തിന്റെയാണ്? ദക്ഷിണ കൊറിയയുടെയാണ്. ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയാണിത്. പരമോന്നത സാഹിത്യ ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ സാഹിത്യകാരനാണ് ലഭിച്ചിരിക്കുന്നത്. അമിതാഭ് ഘോഷിനാണ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഇഷ്ടം പോലെ നിരവധി പുരസ്കാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം ഇതും കൂടി കൂട്ടിവെക്കുക. ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് 54ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 54ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2018 അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2018 54ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആരായിരുന്നു? അതും അമിതാഭ് ഘോഷ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നിരവധി പുരസ്കാരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ദക്ഷിണ കൊറിയയിൽ നിന്ന് ലഭിച്ച ഈ ഒരു പരമോന്നത സാഹിത്യ ബഹുമതി കൂടി എഴുതി ചേർക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് 2026 ഓസ്കാറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. 2026 ഓസ്കാർ അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിം ഏതെന്നാണ്. അപ്പോൾ ആ സിനിമ ഇതാണ്, ഹോം ബൗണ്ട്. ഹോം ബൗണ്ട് എന്നുള്ള സിനിമയാണ്. അപ്പോൾ PSC നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. നേരത്തെയുള്ള ഓസ്കാർ അവാർഡുകളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണെന്നുള്ളത് നിരവധി തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണിത്. ഏത് സിനിമയാണ്? ഹോം ബൗണ്ട് എന്നുള്ള ഈ ഒരു സിനിമയാണ് 2026 ഓസ്കാർ അവാർഡിലേക്ക് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. നീരജ് ഗൈവാനാണ്. ആരാണ്? നീരജ്. ഓർത്തു വെക്കുക, സംവിധായകനാണ് നീരജ് ഗൈവാനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സിനിമ ഏതാണ്? ഹോം ബൗണ്ട് എന്നുള്ള ചിത്രമാണ് 2026 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇഷാൻ ഖത്തേർ, അതേപോലെ വിശാൽ ജേത്വ, ജാൻവി കപൂർ എന്നിവരാണ്. അപ്പോൾ ഉത്തരേന്ത്യയിലെ ഒരു പ്രദേശത്ത് നടക്കുന്ന കഥയാണ്. രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് യുവാക്കളുടെ കഥയാണ്. അവർ തമ്മിലുള്ള കഥകളാണ് ഈ ഒരു സിനിമയിൽ ഉള്ളടക്കമായിട്ട് വരുന്നത്. സിനിമയുടെ പേരെന്താണെന്ന് ഓർത്ത് വെക്കുക. ഹോം ബൗണ്ട് എന്നുള്ള സിനിമയാണ്.
അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിൽ ഉടനീളമുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് BSNL അതേപോലെ തന്നെ ഇന്ത്യൻ തപാൽ വകുപ്പും തമ്മിൽ യോജിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയിൽ ഉടനീളം എന്താണ് BSNLന്റെ സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ എന്താണ് ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തപാൽ വകുപ്പും കൂടി ഒരുങ്ങുകയാണ്. അപ്പോൾ BSNLന്റെ ഈ ഒരു സിം നമുക്ക് റീചാർജ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ സിം കാർഡ് എടുക്കണമെങ്കിലും തുടങ്ങിയിട്ടുള്ള സേവനങ്ങൾ എന്താണ് ഈ ഒരു തപാൽ വകുപ്പിന്റെ ഓഫീസുകൾ വഴി സാധ്യമാക്കുന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക ഏതാണ് BSNLന്റെ ഈ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ പോസ്റ്റൽ സർവീസും എന്താണ് അതിൽ ഇന്ത്യൻ തപാൽ വകുപ്പും അതിൽ ജോയിൻ ചെയ്യുകയാണ്. ഏത് സിമ്മിന്റെ കാര്യത്തിലാണെന്ന് ഓർത്തു വെക്കുക BSNLന്റെ ആണ്. അപ്പോൾ അതിന്റെ സേവനങ്ങൾ ഇന്ത്യയിലുടനീളം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. അടുത്തതൊരു കരാറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളതെന്ന് നോക്കാം. UK അതേപോലെ USA ചേർന്നിട്ടാണ് UK US ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. എന്ത് കരാറാണ്? ടെക്നോളജി പ്രോസ്പെരിറ്റി ഡീലാണ്. എന്താണ് ടെക്നോളജി പ്രോസ്പെരിറ്റി ഡീലാണ്. ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യകളിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറാണ്. ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? UK അതേപോലെ US ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരസ്പര സഹകരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. നമുക്കറിയാം US പ്രസിഡന്റ് ആരാണെന്നറിയാൻ ഡൊണാൾഡ് ട്രംപ് ആണ്. അതേപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണെന്ന് നമുക്കറിയാം കെയർ സ്റ്റാമറുമാണ്. അപ്പോൾ ഈ രണ്ട് വ്യക്തികളുമാണ് ഈ ഒരു കരാറിൽ എന്നാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ട പോയിന്റ് ആണ്. അടുത്തിടെ ടെക്നോളജി പ്രോസ്പെരിറ്റി ഡീലിൽ UK ഒപ്പുവെച്ച രാജ്യം ഏതാണ്? USA ആണ്. ഇനി വേണമെങ്കിൽ തിരിച്ചും PSC ചോദിക്കാം ഈ ഒരു കരാറിൽ US ഒപ്പുവെച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഏതാണെന്ന് ഓർത്തു വെക്കുക UK ആണ്. അപ്പോൾ ആരൊക്കെയാണ്? USന്റെ ഡൊണാൾഡ് ട്രംപും അതേപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാമറുമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അടുത്തത് ഒരു കൊടുങ്കാറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൊടുങ്കാറ്റിന്റെ പേര് ഏതാണ്? തബ എന്നുള്ള കൊടുങ്കാറ്റാണ്. എന്താണ്? തബ എന്നുള്ള കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ് എവിടെയാണ് വീശിരിക്കുന്നത്? ചൈനയിലാണ്. ചൈനയിൽ ഒരു നാശം വിതച്ച ഒരു കൊടുങ്കാറ്റാണിത്. വളരെയധികം ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തബ എന്നുള്ള കൊടുങ്കാറ്റാണ് 2025 എന്നാണ് ചൈനയിൽ വീശിയിരിക്കുന്നത്. വളരെയധികം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ കൊടുങ്കാറ്റ് ഓർത്തു വെക്കുക. ചൈനയിലാണ് തബ എന്നുള്ള കൊടുങ്കാറ്റ് വീശിയിരിക്കുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്. SSLV റോക്കറ്റ് നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ISRO വികസിപ്പിച്ച ഒരു സാങ്കേതിക വിദ്യയാണ് എന്താണ് SSLV റോക്കറ്റിന്റെ ഈ ഒരു നിർമ്മാണത്തിന്റെ സാങ്കേതിക വിദ്യ. അപ്പോൾ അവർ വികസിപ്പിച്ച ഈ ഒരു സാങ്കേതിക വിദ്യ ആർക്ക് നൽകിയിരിക്കുകയാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന് കൈമാറിയിരിക്കുകയാണ്. ഇനി മുതൽ ഈ ഒരു സാങ്കേതിക വിദ്യ കൈമാറി കഴിഞ്ഞു. അപ്പോൾ ഇനി മുതൽ എന്താണ് ഈ ഒരു റോക്കറ്റിന്റെ നിർമ്മാണവും അതേപോലെ തന്നെ അതിന്റെ വികസനവും ഇനി മറ്റ് രാജ്യങ്ങൾക്ക് ഈ ഒരു റോക്കറ്റ് നൽകണമെങ്കിൽ അവയുമായി ബന്ധപ്പെട്ട വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരായിരിക്കും നോക്കുന്നത്? അത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിനായിരിക്കും ആ ഒരു അധികാരം വരുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് ISRO ആണ്. എന്താണ്? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നുള്ള SSLV എന്നുള്ള ആ ഒരു റോക്കറ്റിന്റെ നിർമ്മാണം അതിന്റെ സാങ്കേതിക വിദ്യയാണ് ആർക്ക് കൈമാറിയിരിക്കുന്നത്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്സിന് കൈമാറിയിരിക്കുന്നത്. അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 200 മീറ്ററിൽ സ്വർണം നേടിയത് ആരെന്നാണ്? നോഹ ലൈൽസ് ആണ്. ആരാണ്? നോഹ ലൈൽസ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? പുരുഷന്മാരുടെ 200 മീറ്റർ വിഭാഗത്തിലാണ് അദ്ദേഹം സ്വർണം നേടിയിരിക്കുന്നത്. ഏത് മത്സരത്തിലാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ്. ആരാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്? നോഹ ലൈൽസ് ആണ്. അപ്പോൾ അദ്ദേഹം തുടർച്ചയായി 4ാം തവണയാണ് തുടർച്ചയായി 4ാം തവണയാണ് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 200 മീറ്ററിൽ സ്വർണം നേടുന്നത്. അപ്പോൾ ഈ ഒരു നേട്ടം ഇതിനു മുമ്പ് കൈവരിച്ചിട്ടുള്ളത് ഉസൈൻ ബോൾട്ട് ആണ്. എന്താണ്? തുടർച്ചയായി 4 തവണ സ്വർണം നേടിയിരിക്കുന്നത് ആരാണ്? ഇതിനു മുമ്പ് നേടിയിട്ടുള്ളത് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് ഉസൈൻ ബോൾട്ട് ആണ്. അപ്പോൾ അതിനുശേഷം ആരായിട്ട് മാറിയിരിക്കുകയാണ്? നോഹ ലൈൽസും ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. തുടർച്ചയായി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 200 മീറ്ററിൽ സ്വർണം നേടിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെക്കോർഡിന് ഒപ്പം എത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായിരുന്നു അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചത്. അടുത്തതും 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ ഒരു നേട്ടമാണ് നോക്കുന്നത്. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിൽ സ്വർണം നേടിയത് ആരെന്നാണ്? ഓർത്ത് വെക്കാം. മക്ലോഗ്ലിൻ ലെവ്റോൺ ആണ്. ആരാണ്? മക്ലോഗ്ലിൻ ലെവ്റോൺ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. വനിതകളുടെ 400 മീറ്റർ ഹഡിൽസിലാണ് ഈ ഒരു സ്വർണം നേടിയിരിക്കുന്നത്. US താരമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്.
അടുത്തൊരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് അസമീസ് ഗായകൻ ആരാണെന്ന് ഓർത്ത് വെക്കുക. സുബീൻ ഗാർഗാണ്. ആരാണ്? സുബീൻ ഗാർഗാണ്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. സിംഗപ്പൂരിൽ അദ്ദേഹത്തിന്റെ ഒരു ഷോയ്ക്ക് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം ഒരു കായിക വൃത്തിയിൽ ഏർപ്പെട്ടതിന്റെ ആ ഒരു അപകടത്തിലാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത്. അപ്പോൾ ആരാണെന്ന് ഓർത്ത് വെക്കുക. സുബീൻ ഗാർഗാണ് അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹം പ്രശസ്തനായ ഒരു ബോളിവുഡ് അതേപോലെ അസമീസ് ഗായകനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. വീണ്ടും ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച തമിഴ് ഹാസ്യ നടൻ ആരെന്നാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. റോബോ ശങ്കർ ആണ്. ആരാണ്? റോബോ ശങ്കർ ആണ് അന്തരിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിനിമകൾ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാകും. മാരി 2 സിംഗം 3 അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, അദ്ദേഹം പ്രശസ്തനായ ഒരു തമിഴ് ഹാസ്യ നടനായിരുന്നു. റോബോ ശങ്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി വരുന്ന LDC എക്സാമുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ഏറ്റവും മികച്ച രീതിയിൽ ടാലന്റ് അക്കാദമി തയ്യാറാക്കിയിട്ടുള്ളതാണ് LDC റാങ്ക് ഫയൽ. ഇനി വരുന്ന ഏത് എക്സാം ആയിക്കോട്ടെ, ഏത് 10th ലെവൽ എക്സാം ആയാലും അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ റാങ്ക് ഫയലിലുള്ള ടോപ്പിക്സിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ടോപ്പിക് വൈസ് ആ ടോപ്പിക്കിൻ്റെ താഴെ തന്നെ ഇതിൻ്റെ PQ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വിധത്തിലാണ്. ബുക്കിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1600 രൂപയാണ്. 3 ഓളിയങ്ങളിലായിട്ടാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ 1500 രൂപയ്ക്ക് ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഇതുവരെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാതെ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 10th ലെവൽ എക്സാമിന് വേണ്ടിയാണോ നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ടാലൻറ്റിൻ്റെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കേണ്ടതാണ്. നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലോ അല്ലെങ്കിൽ ടാലൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് അതേപോലെ മീഷോയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കുക. നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഇപ്പോൾ തന്നെ ഈ ഒരു 2026 തന്നെ, ഈ ഒരു വർഷം തന്നെ നമുക്ക് ഒരു സർക്കാർ ജോലി നേടേണ്ടതാണ്. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പദ്ധതിയായിരുന്നു. സൂതികാ മിത്രം എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? ഗർഭിണികൾക്കും അതേപോലെ പ്രസവാനന്തരം അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പുരസ്കാരമാണ് നോക്കിയത്. അമിതാഭ് ഘോഷിന് ലഭിച്ച ഒരു പുരസ്കാരമാണ്. ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പാക് യോങ്നി എന്നുള്ള പുരസ്കാരമാണ് ലഭിച്ചത്. 2025 ലഭിച്ചതെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഏത് ഇന്ത്യൻ സാഹിത്യകാരനാണ്? അമിതാഭ് ഘോഷ് ആണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2026 ഓസ്കാർ അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ, ഈ ഒരു വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്നാണ്? ഹോം ബൗണ്ട് എന്നുള്ള ചിത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 2026 ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ടുള്ള ചിത്രമാണ് ഹോം ബൗണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലുടനീളമുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് BSNL-നോടൊപ്പം ആരും കൂടി ചേരുകയാണ്. നമ്മുടെ തപാൽ വകുപ്പും കൂടി ചേരുകയാണ്. അപ്പോൾ ഇനി BSNL സിമ്മുമായിട്ട് ബന്ധപ്പെട്ട സേവനങ്ങൾ, മൊബൈൽ റീചാർജുകൾ അവയെല്ലാം നമുക്ക് എന്തിലും കൂടി ലഭ്യമാകും. തപാൽ വകുപ്പിൻ്റെ ഓഫീസുകളിലും നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അടുത്തിടെ ടെക്നോളജി പ്രോസ്പെരിറ്റി ഡീലിൽ UKയുമായിട്ട് ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? US ആണ് ഒപ്പുവെച്ചത്. അപ്പോൾ USൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള കെയർ സ്റ്റാമറും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചൈനയിൽ അടുത്തിടെ വീശിയ ഒരു കൊടുങ്കാറ്റായിരുന്നു ഡിസ്കസ് ചെയ്തത്. തബ എന്നുള്ള കൊടുങ്കാറ്റാണ് ചൈനയിൽ വീശിയത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു സാങ്കേതിക വിദ്യ. എന്ത് സാങ്കേതിക വിദ്യയാണെന്ന് ഓർത്ത് വെക്കുക. SSLV റോക്കറ്റിൻ്റെ നിർമ്മാണത്തിനുള്ള സാങ്കേതിക വിദ്യ ആർക്ക് നൽകിയിരിക്കുകയാണ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയിരിക്കുകയാണ്. ISRO ആണ് ഈ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ നോക്കി. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 200 മീറ്ററിൽ സ്വർണം നേടിയത് ആരാണ്? നോഹ ലൈൽസ് ആണ്. അപ്പോൾ തുടർച്ചയായി 4 തവണയാണ് അദ്ദേഹം ഈ ഒരു വിഭാഗത്തിൽ തന്നെ സ്വർണം നേടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ ഈ 400 മീറ്റർ ഹഡിൽസിൽ സ്വർണം നേടിയത് ആരെന്ന് നമ്മൾ നോക്കി. ആരാണ്? മക്ലോഗ്ലിൻ ലെബ്രോൺ ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് അസമീസ് ഗായകൻ ആരെന്നാണ്? സുബീൻ ഗാർഗ് ആണ് അന്തരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമ നടന്റെ വിയോഗമാണ് നമ്മൾ നോക്കിയത്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച തമിഴ് ഹാസ്യ നടൻ ആരെന്നാണ്? റോബോ ശങ്കർ ആണ് അന്തരിച്ചിരിക്കുന്നത്.
കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 2025 സെപ്റ്റംബറിൽ പുറത്തുവിട്ട ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ളത് ഏത് രാജ്യമെന്നാണ്? ഓപ്ഷൻ എ അർജന്റീന, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ബ്രസീൽ, ഓപ്ഷൻ ഡി സ്പെയിൻ. അടുത്ത ചോദ്യം ഇതാണ്: അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ രാജ്യത്ത് ആദ്യമായി ചികിത്സാ മാർഗ രേഖ പുറത്തിറക്കിയ സംസ്ഥാനം ഏതെന്നാണ്? ഓപ്ഷൻ എ ഒഡീഷ, ഓപ്ഷൻ ബി കേരളം, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി കർണാടക. അപ്പോൾ ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതെന്നായിരുന്നു? 1-ാം സ്ഥാനത്ത് സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു, 2-ാം സ്ഥാനത്ത് സ്വീഡൻ ആയിരുന്നു, 3-ാം സ്ഥാനത്ത് US ആയിരുന്നു, ഇന്ത്യയുടെ സ്ഥാനം 38 ആയിരുന്നു. അടുത്ത ചോദ്യം ഇതായിരുന്നു: അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത് രാജ്യം ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, മോൾഡോവയാണ് അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത് രാജ്യം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.